യെസ് സാജിദ്, എന്തായാലും ഈ പ്രചാരണത്തിന്റെ നിശബ്ദ പ്രചാരണ ദിവസങ്ങൾ കൂടി പലതരത്തിലുള്ള വിവാദങ്ങൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. ഇന്നലെ ഗോവിന്ദൻ മാഷിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് RSSുമായി സഹകരിച്ചിട്ടുണ്ട് എന്നുള്ള വെളിപ്പെടുത്തൽ കൂടിയാണ്. അതുകൂടെ വലിയ തരത്തിൽ ഇന്ന് കൂടെ ചർച്ചയാകും. ഇന്ന് നിശബ്ദ പ്രചാരണ ദിവസത്തിൽ പോലും അത്തരം ചർച്ചകൾക്കൊന്നും അയവ് വന്നിട്ടില്ല. അത്തരം ചർച്ചകൾ മാറുന്നില്ല. പുതിയ പുതിയ കാര്യങ്ങൾ കൂടുതൽ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരികയാണ്. അപ്പോൾ ഇതൊക്കെ അവസാന നിമിഷത്തിൽ വോട്ടർമാരെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളത് കൂടിയാണ്. എന്തായാലും മുഹമ്മദ് ഷംസീർ കൂടി നിലമ്പൂരിൽ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷംസീർ, ഈ രണ്ട് മുന്നണികൾക്കിടയിൽ ഒറ്റയാനായി നിലകൊള്ളുകയാണ് PV അൻവർ എന്ന് നമുക്കറിയാം. അദ്ദേഹം പിണറായിസത്തിനെതിരെ വോട്ട് ചോദിച്ചിറങ്ങിയതെങ്കിലും പിന്നീട് ഇപ്പോൾ ഷൗക്കത്തിനെ തോൽപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് LDF നോക്കുന്നുണ്ട്. അൻവറിന്റെ ഇന്നത്തെ ദിവസത്തെ പരിപാടികൾ എന്തൊക്കെയായിരിക്കും? പരമാവധി അദ്ദേഹം ആളുകളെ നേരിൽ കണ്ട് മലയോര മേഖലകളിലൊക്കെ പോയി വോട്ടുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടത്തിയിരുന്നത്. ഇന്നും അത് തന്നെയാണോ തുടരുക? ജിൽസി, PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇന്നു മാത്രമല്ല നിശബ്ദ പ്രചാരണം ഉണ്ടായിരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. PV അൻവർ തുടക്കം മുതലേ നിശബ്ദ പ്രചാരണത്തിലായിരുന്നു. ഈ ബലിപെരുന്നാളിന് ശേഷം കൂടുതൽ അനൗൺസ്മെന്റ് വാഹനങ്ങൾ പുറത്ത് കാര്യമായി ഉണ്ടായിരുന്നു എന്നത് മാത്രമാണ് പരസ്യ പ്രചാരണത്തിന്റെ അടയാളമായി ഉണ്ടായിരുന്നത്. എന്നാൽ അടിത്തട്ടിൽ കാര്യമായ പ്രവർത്തനം PV അൻവറിന്റെ പ്രവർത്തകരും PV അൻവറും നടത്തിയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇന്നും ഇതേ തരത്തിൽ തന്നെ വ്യക്തികളെ നേരിട്ട് കണ്ടും ഒപ്പം തന്നെ മറ്റു വോട്ടുറപ്പിക്കാവുന്ന മേഖലകളിൽ നേരിട്ടെത്തിയും വോട്ട് ഉറപ്പിക്കാനായിരിക്കും PV അൻവറും ശ്രമിക്കുക. ഇന്നലെ കൊട്ടിക്കലാശം ഉൾപ്പെടെ ഒഴിവാക്കി ആ സമയവും പരമാവധി ആളുകളെ നേരിട്ട് കാണാൻ PV അൻവർ ശ്രമിച്ചിരുന്നു. ചായക്കടകളിലും വീടുകളിലുമെല്ലാം എത്തിക്കൊണ്ട് വോട്ട് തേടുകയായിരുന്നു ഇന്നലെയും PV അൻവർ. അപ്പോൾ ആ തരത്തിൽ നേരത്തെ തന്നെ PV അൻവറിന്റെ പ്രവർത്തന രീതി അത് ഇന്നും തുടരും എന്നുള്ളത് മാത്രമാണ്. PV അൻവർ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ 75,000 വോട്ടുകൾ നേടും എന്നത് ഇന്നലെയും PV അൻവർ ആവർത്തിക്കുന്നത് കണ്ടു. അതിന് നിരവധി കാരണങ്ങൾ PV അൻവർ നിരത്തുന്നുണ്ട്. അത് UDFൽ നിന്ന് വലിയ തരത്തിൽ വോട്ട് തനിക്ക് കിട്ടും എന്ന ആത്മവിശ്വാസം, LDFൽ നിന്ന് 40% വോട്ട് തൻ്റെ കീശയിലാകുമെന്ന ആത്മവിശ്വാസം അത് ഇപ്പോഴും PV അൻവർ അതേപടി പങ്കുവയ്ക്കുകയാണ്. ഒന്ന്, PV അൻവറിന്റെ ജനസ്വാധീനത്തിൽ അദ്ദേഹം വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. മലയോര മേഖലയിലെ ഈ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട്, വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇരകളുടെ പിന്തുണ തനിക്കുണ്ട് എന്ന് PV അൻവർ വിശ്വസിക്കുന്നുണ്ട്. മറ്റൊന്ന്, പിണറായിസത്തിനെതിരെ തൻ്റെ പോരാട്ടത്തിൽ ഈ പോലീസ് RSS ബന്ധവും പിണറായി സർക്കാരിനെതിരായ വികാരവും അത് തനിക്ക് വോട്ടായി മാറുമെന്ന് PV അൻവർ വിശ്വസിക്കുന്നു. UDFലെ ചില പടലപ്പിണക്കങ്ങൾ അത് തനിക്ക് വോട്ടായി മാറുമെന്ന് PV അൻവർ വിശ്വസിച്ചു. അതായത് ആര്യാടൻ ഷൗക്കത്തിന് UDFൽ പലർക്കും താല്പര്യമില്ല എന്നാണ് PV അൻവർ ഇപ്പോഴും ആവർത്തിക്കുന്നത്. അപ്പോൾ UDFൽ നിന്ന് വലിയ തരത്തിൽ വോട്ടുകൾ ആ തരത്തിൽ തനിക്ക് ലഭിക്കുമെന്നും PV അൻവർ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ തൻ്റെ സ്വന്തം ശക്തിയും ഇടതുപക്ഷത്തെയും ഒപ്പം തന്നെ UDFലെയും ചില വോട്ടുകളും തനിക്ക് ലഭിക്കും എന്ന ആത്മവിശ്വാസത്തിലൂടെയാണ് 75,000 വോട്ടിൻ്റെ കണക്കൊക്കെ PV അൻവർ പറഞ്ഞു വെക്കുന്നത്. വലിയ ആത്മവിശ്വാസത്തിൽ PV അൻവർ മുന്നോട്ട് പോവുകയാണ്. ഇന്നും ആ തരത്തിൽ കൂടുതൽ ആളുകളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ തന്നെയായിരിക്കും PV അൻവർ ശ്രമിക്കുക. ഏതായാലും വിജയം സുനിശ്ചിതമാണെന്നാണ് PV അൻവർ ക്യാമ്പിന്റെ ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസം ജഫ്രി തങ്ങളെയും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെയൊക്കെ നേരിൽ പോയി കാണുകയും ചെയ്തിരുന്നു. സാമുദായിക നേതാക്കളുമായൊക്കെ തനിക്ക് നല്ല ബന്ധമാണെന്നും അവരുടെ അടുത്ത് നിന്ന് പോസിറ്റീവ് സമീപനമാണെന്നും PV അൻവർ പറയുമ്പോൾ എന്താണ് ഇനി ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്ന് നമുക്ക് കാത്തിരിക്കണം. PV അൻവർ ഫാക്ടർ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമാണ്. അത് മറ്റു കക്ഷികളും തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം യൂസുഫ് പട്ടാന്റെ നേതൃത്വത്തിൽ നടന്ന റോഡ് ഷോയിലൊക്കെ വലിയ ആളുകൾ കൂടിയതിനു ശേഷം ഇരു മുന്നണികളും PV അൻവറിന്റെ ശക്തി എത്ര വോട്ട് നേടുമെന്നതിൽ ആശങ്കയിലുമാണ്. ജിൽസി.